മഹേഷ്, ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും രണ്ട് വലിയ പെർഫോമേഴ്സിനെ പ്രധാന റോളുകളിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോഴും കഥയാണ് നായകൻ അല്ലെങ്കിൽ വിഷയമാണ് പ്രധാനം. ആ എപ്പോഴാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിയത്? ഈ വിഷയം പറയാൻ ഏറ്റവും രണ്ട് വലിയ പെർഫോമേഴ്സിന് ആവശ്യമുണ്ട്, അപ്പുറത്ത് ഇതിന്റെ ലോഡ് കൂടി ഉണ്ടല്ലോ. ഇവരിൽ നിന്ന് ഏറ്റവും നല്ല ഔട്ട് ഉണ്ടാവണം, ഇവരുടെ ഒരു സ്റ്റാർ ഇമേജിനെ ബാക്കിയുള്ളവർക്ക് സാറ്റിസ്ഫൈ ചെയ്യണം, ഇവരുടെ മാർക്കറ്റ്. ഈ പ്രഷറിനെയും ഈ കൊമേഴ്ഷ്യൽ സൈഡിനെയും ഈ കൊമേഴ്ഷ്യൽ വയബിലിറ്റിയും എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ആ ടെൻഷൻ എത്രമാത്രം ഉണ്ട് ഈ മൊമെന്റിൽ? ഇത് കഥ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് എല്ലാ പ്രാവശ്യവും ഞാൻ ഒരു ആക്ടറിൻ്റെ അടുത്തോട്ട് പോകുന്നത് നരേഷന് വേണ്ടിയിട്ട്. ഒരു ചെറിയൊരു ഐഡിയ ആയിട്ട് പോയിട്ടില്ല ഇതുവരെ. അപ്പം അങ്ങനെ ഇതൊരു കഥയുടെ രൂപമായി കഴിഞ്ഞതിന് ശേഷം പ്ലോട്ട് ഡ്രിവൺ കഥയാണെന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്കെയിലുണ്ട് ഈ പടത്തിന്. ക്യാരക്ടേഴ്സും കുറച്ചുകൂടെ ഗ്രാവിറ്റി കൂടിയ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോസസ്സിലോട്ട്, അല്ലാതെ നമ്മൾ മനഃപൂർവ്വം ഇതൊരു സ്റ്റാർ സ്റ്റഡഡ് സിനിമയാക്കാം എന്നുള്ളൊരു ധാരണയിൽ തുടങ്ങിയ പടമല്ല. ആദ്യം ഇതിൻ്റെ എന്താ പറയുക, ഒരു രൂപം ആദ്യം ഞാൻ പറഞ്ഞത് നമുക്ക് എടുത്ത് തന്നെയാണ്. അതിനുശേഷം പിന്നീടാണ് ബാക്കി എല്ലാവരും സിനിമയിലേക്ക് വന്നത്. സിനിമയിൽ അങ്ങനെ ഞാൻ ബാക്കി ഇതിനകത്തുള്ള കച്ചവട ചേരുവകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അത്തരം കാര്യങ്ങളെ കുറിച്ച് ഞാൻ അങ്ങനെ കൺസേൺ അല്ല. കാരണം ഓർഗാനിക്കലി ഇതിനകത്ത് വന്നിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഞാൻ പറയുന്നത് അതിനകത്തോട്ട് കഥയുടെ രൂപത്തിൽ വന്നു പോയിരിക്കുന്ന വിഷയങ്ങളുണ്ട്. അത് തന്നെ ആണ് ഇതിൻ്റെ കമേഴ്ഷ്യൽ ഫാക്ടർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി കണ്ടവരാണ് പറയുന്നത്. പക്ഷേ നമസ്കാരം. ഈ സിനിമയെ ബന്ധപ്പെട്ട് അതിൻ്റെ സെൻസറിങ്ങിലേക്ക് വരുമ്പോൾ വില്ലന്റെ പേരുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. നമ്മുടെ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിന്റെ മകന്റെ പേരുമായി സാമ്യമുണ്ട്, അതുകൊണ്ട് സെൻസർ ബോർഡ് ചെറിയ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിഞ്ഞോ? ഇത്തരം ഒരു എഴുത്തുകാരന്റെയോ അല്ലെങ്കിൽ ഒരു സംവിധായകന്റെയോ ഒക്കെ ചിന്തയിലും എഴുത്തിലൊക്കെ വരുന്ന കാര്യത്തിന് വല്ലാതെ കട്ട് വീഴുന്നുണ്ട് ഇക്കാലത്ത് നമ്മൾ തോന്നലുണ്ടോ? അതിൽ മഹേഷ് ഏട്ടന്റെയും മമ്മൂക്കയുടെയും പ്രതികരണം പ്രതീക്ഷിക്കുന്നു. ഈ പടത്തിന്റെ സെൻസറിങ് ജോലികൾ കഴിഞ്ഞു. അതായത് ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ലാതെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടാനുള്ള ഒരു കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കി ജോലികൾ കഴിഞ്ഞു. മറ്റു കാര്യങ്ങളെ കുറിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തന്നെ സെൻസർ കാർഡുകളൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റു കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഒരു സിനിമ, കമേഴ്ഷ്യൽ സിനിമ, നമ്മൾ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമ പറയുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അത് നമ്മളെല്ലാവരും മാനിക്കുന്നു. അത്രയും എനിക്ക് ഇതിനകത്ത് പറയുന്നു. എന്തെങ്കിലും കാര്യം അത്രേ ഉള്ളൂ. അത് തന്നെയാണ് സത്യം. കേരളത്തിലുള്ള വളരെ അന്നത്തെ അന്നം കൊണ്ടൊക്കെ ജീവിക്കുന്ന സാധാരണ പ്രേക്ഷകർ, ഇവർക്ക് ഇത്രയും ഒരു ഉയർന്ന തോട്ട് പ്രോസസ് എത്രത്തോളം കണക്ട് ആവുന്നുള്ളൊരു ചിന്ത എപ്പോഴും തോന്നിയിട്ടുണ്ട്? ഇവിടെ വന്നിരിക്കുന്ന ഒരു 100% ആളുകൾ ഫോൺ ഉപയോഗിക്കുന്നവരാണെന്ന് തോന്നുന്നു. ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും സിനിമ മനസ്സിലാവും. സോഷ്യൽ സ്കോർ എന്താണെന്നാണോ ഉദ്ദേശിച്ചത്? സിനിമ വിശദീകരിക്കും, അതുപോലെ വെയിറ്റ് ചെയ്യാം. മതി. ഇതിന് കമേഴ്ഷ്യൽ എലമെന്റ്സ് എന്നൊക്കെ പറയുന്ന ഈ സിനിമയിൽ അതിൻ്റെ ഘടകങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. അതിൻ്റെ കണക്കും ഘടനയും ഒക്കെ മാറിക്കഴിഞ്ഞു. കമേഴ്ഷ്യൽ എലമെന്റ്സിൻ്റെയും സ്റ്റാർ വാല്യൂവിൻ്റെയും ഒക്കെ മാനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞില്ലേ. അതുകൊണ്ട് അതൊന്നും ഈ സിനിമയെ ബാധിക്കാൻ സാധ്യതയില്ല. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം കഥയും കഥയ്ക്കൊത്ത നടന്മാരുമാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ കമേഴ്ഷ്യൽ ഘടകം. ജനങ്ങൾക്ക് സിനിമ രസകരവും വിജ്ഞാനപ്രദവും ചിന്താദീപകവും ഒക്കെ ആകുന്നതാണല്ലോ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ട് ചിരിച്ചുല്ലസിച്ച് പോകുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ടേക്ക് അവേ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോകാൻ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല, എന്നാലും ആഗ്രഹിക്കാറുണ്ട്. അതൊക്കെ എന്തെങ്കിലും കൂടെ ചേർത്തിട്ടുണ്ട്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ വ്യവസായ ഘടനയുടെ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ എലമെന്റ്സിൻ്റെ ഭാഗമാണ്. അത് ഈ സിനിമയിൽ ഉടനീളമുണ്ട്. അല്ലെങ്കിൽ ഈ സിനിമ അങ്ങനെയുള്ളതാണ്. ഇപ്പം ഇന്ത്യൻ സിനിമയിൽ സ്റ്റാർഡം നോക്കാതെ സിനിമ ചെയ്യുന്ന രണ്ട് സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ അത് മമ്മൂക്കയും ലാലേട്ടനുമാണ്. ഇപ്പൊ പാട്രിയറ്റിലേക്ക് വരുവാണെങ്കിൽ മമ്മൂക്ക തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആക്ടിങ് ഈസ് ഓൾസോ റിയാക്ടിങ് എന്നുള്ള രീതിയിൽ ഇന്റർവ്യൂവിൽ പറഞ്ഞായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം
ലാലേട്ടനായിട്ട് കോമ്പിനേഷൻ ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു റിയാക്ഷൻ കൊടുക്കാനായിട്ട് ഡയറക്ടർ പറയുന്നത് അല്ലാതെ എന്തെങ്കിലും നിങ്ങൾ ഇംപ്രവൈസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനെപ്പറ്റി ഒന്നും? അതെല്ലാവരുടെ കൂടെ ഉണ്ട്. ലാലേട്ടൻ്റെ കൂടെ ഒന്നുമല്ല. ലാലേട്ടൻ ആരോട് അഭിനയിച്ചാലും അതുണ്ടാവും, ഞാൻ ആരോട് അഭിനയിച്ചാലും ഉണ്ടാവും. അങ്ങനെ റിയാക്ട് ചെയ്യണ്ടേ? പിന്നെ അഭിനയത്തിൻ്റെ എല്ലാ കാര്യവും സംവിധായകൻ പറഞ്ഞു തരണം എന്നില്ല. നമ്മളെ അധികം ബോധ്യപ്പെടുത്തിയാൽ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തെറ്റു തിരുത്തുക മാത്രമേ ഒരുവിധം പരിചയസമ്പന്നരായ സംവിധായകർ ചെയ്യാറുള്ളൂ. അല്ലാതെ എല്ലാവരും അപ്പുറത്തും മാറിയെന്ന് മോണായിട്ട് കാണിക്കുമെന്നുള്ള ഡയറക്ടർ നമ്മുടെ അടുത്ത് നമ്മുടെ സീൻ വായിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അതെങ്ങനെ ചെയ്യും 1, 2, 3 പ്രാവശ്യം കണ്ട് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി അങ്ങനെ ബോധ്യപ്പെട്ടതിന് ശേഷമേ ഇത് ടേക്കായിട്ട് വരും. ടേക്ക് എടുത്താലും അദ്ദേഹം ഉദ്ദേശിക്കുന്ന തരത്തിൽ പൂർണ്ണമായ ഒരു പ്രകടനം ഉണ്ടായതിനു ശേഷമേ അത് ഓക്കെ ആകും. അത് നടന്മാരുടെയും സംവിധായകരുടെയും ഒക്കെ ചുമതലകൾ നിർവഹിക്കലാണ്. പിന്നെ നമ്മുടെ 1, 2 കൂടെ മറുപടി പറയാം. എന്നിട്ട് പണി തരികയില്ലെങ്കിൽ മഹേഷ് സാർ, ഒരു സാറിൻ്റെ എല്ലാ സിനിമകളും എടുത്ത് നോക്കിയാലും സാറിൻ്റെ എല്ലാ സിനിമകളും എടുത്ത് നോക്കിയാലും എപ്പോഴും റിയലിസ്റ്റിക് എലമെന്റ് ഉണ്ടോ? പ്രേക്ഷകനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇമോഷണൽ ഹുക്കിംഗ് ഉള്ള ഒരു എല്ലാ എലമെന്റ്സും ചെയ്യുന്ന ഒരു ആളാണ് താങ്കൾ. അപ്പം പാട്രിയറ്റ് എടുത്ത് നോക്കിയാൽ തന്നെ ഒരു ഡൗട്ടാണ്, അതായത് ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ത്രില്ലർ എലമെന്റ്സ് അല്ലാതെ ഒരു നോർമൽ ഓഡിയൻസിൽ ഇമോഷണലി ഹുക്ക് ചെയ്യാനുള്ള എന്ത് എലമെന്റ് ആണ് പാട്രിയറ്റ് ഉള്ളത്? അത് സിനിമ പൂർണ്ണമായിട്ട് കാണുമ്പോഴല്ലേ മനസ്സിലാവും. സിനിമ ട്രെയിലർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അതിനകത്ത് ഒരു സിനിമയുടെ മുഴുവൻ കഥയല്ലോ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു സിനിമ ഒരു 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 പ്രത്യേകതരം സാഹചര്യത്തിൽ ഉണ്ടായപ്പെടുന്നൊരു സാധനമാണ്. അപ്പോൾ അത് സമൂഹത്തിൽ നടക്കുന്ന ചില വിഷയങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പലപ്പോഴും സിനിമകൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തും അങ്ങനെ ഒരു വിഷയമുണ്ട്. അത് കണക്ട് ആവുന്നുള്ള വിശ്വാസത്തിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പം ഡിപ്പെൻസ് ഓൺ ദ നേച്ചർ ഓഫ് സിനിമ. ചിലപ്പോൾ ഞാനൊരു പടം കുറച്ചുകൂടെ ഇൻഡി സ്പേസിലായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ കുറച്ചുകൂടെ കമേഴ്ഷ്യൽ സ്പേസിലായിരിക്കും ചെയ്യുന്നത്. മാറി ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അതേപോലെ ഈ സിനിമ അനൗൺസ് ചെയ്ത അന്ന് തൊട്ട് മലയാളികൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആണ്. ഇതിന്റെ ഓരോ ന്യൂസ് പോസ്റ്ററുകൾ വരുമ്പോഴും ഇതിന്റെ ന്യൂസുകൾ കാണുമ്പോഴും എല്ലാം എക്സൈറ്റഡ് ആണ്. എന്താണ് സംഭവിക്കുന്നത്? മമ്മൂക്ക ലാലേട്ടൻ ഫേസ് ടു ഫേസ് ഉള്ള സിനിമയായിരിക്കുമോ, അല്ലെങ്കിൽ ഒരുമിച്ച് എങ്ങനത്തെ ഒരു കഥാപാത്രമായിരിക്കാം? അത് മാത്രമല്ല, ഇത്രയും മലയാളം 2020 ശേഷം ഇത്രയും മൾട്ടി സ്റ്റാർസ് ഒരുമിക്കുന്ന ഒരു വലിയൊരു ചിത്രം കൂടിയാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻസ് ഒക്കെ ഒരുപാട് ഹൈ ആണ് ഓൾറെഡി. അപ്പോൾ ഓരോ കഥാപാത്രത്തിനും ആ സ്ക്രീൻ സ്പേസ് എത്രത്തോളം ഉണ്ടാകുന്നൊരു ടെൻഷൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കഥ മുഴുവനായതിനു ശേഷമാണ് ആക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അവർക്ക് ചെയ്യാനുള്ള പാർട്ടുകൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലോട്ട് ഡ്രിവൺ കഥയ്ക്കകത്ത് എല്ലാവർക്കും താരങ്ങളായിട്ടല്ല കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കാനുള്ള സ്പേസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു എല്ലാവരും വന്നിരിക്കുന്നത്. അല്ലാതെ ആരും ഇങ്ങനൊരു കോൺസെപ്റ്റ് ചെയ്തേക്കാം, നമ്മളിങ്ങനെ ഒരു താരനിബിഡമായ സിനിമ ചെയ്തേക്കാം എന്നുള്ളത് ധാരണയിൽ ഇനിയുള്ള കാലത്ത് എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ അങ്ങനെ സിനിമ ഉണ്ടാവും. സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് അത് എന്താ പറയുന്നത്, ആക്ടേഴ്സിനെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. മമ്മൂക്ക ഇപ്പോൾ ഒരുപാട് നാളത്തിന് ശേഷം കാത്തിരിപ്പിന് ശേഷം ഇറങ്ങുന്ന ചിത്രം തന്നെ ഏറ്റവും കൂടുതൽ മലയാളികൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓരോ സിനിമ ഇറങ്ങുന്ന സമയത്തും പറയാറുണ്ട് മമ്മൂക്ക എല്ലാവരും ഒരുമിക്കുന്ന ഒരു ചിത്രം എന്ന് വരും, അതിനുള്ള റിസൾട്ടാണ് ഈ 1 വരാൻ പോകുന്നത്. എത്രത്തോളം എക്സൈറ്റഡ് ആണ്? ഒരു സ്ക്രീനിൽ വീണ്ടും ഒരേപോലെ പ്രേക്ഷകർ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. അത് നമ്മൾ ഈ പല ഭാഷകളിൽ നിന്നും മാസ സിനിമകളിലൂടെ വന്നിറങ്ങാറുണ്ട്. നമ്മളത് കൈയടിച്ച് സ്വീകരിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു മാസ സിനിമ നമ്മളാരെങ്കിലും അഭിനയിച്ചാൽ നിങ്ങൾ അത്ര കൈയടിച്ച് സ്വീകരിക്കാനില്ല. എന്തുകൊണ്ടാണ്? ഞങ്ങളിൽ നിങ്ങൾ അതല്ല പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് മറ്റേ പടത്തിൽ വന്നിട്ട് ആണ്ടിയും ടൂം എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയിടിച്ച അവസരം കെട്ടിപ്പിടിച്ച് 3ാമതൊരാളെ ഇടിക്കുന്ന കഥയല്ല ഇത്. ഞങ്ങൾ രണ്ടുപേരും 2 കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. അതിന് ഈ നിങ്ങൾ പറയുന്ന സ്റ്റാർഡം മറ്റേ കൊമേഴ്ഷ്യൽ വാല്യൂ ഒക്കെ ഉള്ളവർ തന്നെയാണ്. അത് നിങ്ങളുണ്ടാക്കി തന്നാണ്. പ്രേക്ഷകരാണ് ഈ സിനിമയിൽ ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കാനും അഭിനയിക്കാനും ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഞങ്ങൾ വളർത്തിയെടുത്തു എന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന കാലം പോയിട്ടു. നിങ്ങൾ വളർന്നത് കൊണ്ടാണ് ഞങ്ങൾ വളർന്നത്. ഇതേതരം സിനിമകൾ പ്രേക്ഷകൻ കാണാൻ മാത്രം വളർന്നിരിക്കുക എന്നുള്ള ധൈര്യത്തിലാണ് ഇങ്ങനെയുള്ള സിനിമകൾ നമ്മളെടുക്കുന്നത്. അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ നീ ആവരുത് ഞാനാവരുത് എന്നൊക്കെ പറഞ്ഞ് വരാം. അങ്ങനെ
അങ്ങനെയൊന്നും വരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് വരയ്ക്കുന്നത്. ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, ലാലിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ ഞങ്ങളെ ഇത് മുമ്പ് കണ്ടിട്ടില്ലാത്ത കഥാപാത്രങ്ങളായിട്ടാണ് വരുന്നത്. മലയാള പ്രേക്ഷകർക്ക് അധികം പരിചയമില്ലാത്ത കഥാപാത്രങ്ങൾ, പരിചയമില്ലാത്ത കഥാപശ്ചാത്തലമാണ് ഈ സിനിമയിൽ. കാരണം നമ്മൾ കുറച്ചുകൂടെ ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് നമ്മുടെ കഥാപരിസരങ്ങൾ മാറുകയാണ്. നമ്മൾ എത്രത്തോളം വളരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ ഇനി മലയാള സിനിമ 10-15 കൊല്ലം കൂടെ കഴിയണം. നമ്മൾ 15 കൊല്ലം മുമ്പിലാണ്, പുറകിലല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ സിനിമ എടുക്കാൻ സാധിച്ചു. അതിന് ഒരുപാട് സപ്പോർട്ട് നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുണ്ടായി. മറ്റു ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും ഇങ്ങനെ ഒരു സിനിമയോട് സഹകരിച്ചു. ഇനിയുള്ള സഹകരണം പ്രേക്ഷകരുടെയാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. ഈ സിനിമ കാണുന്ന ഒരു പുതിയ കാഴ്ചയാണ് ഈ സിനിമയുടെ ഫോട്ടോഗ്രാഫിയാണ് ശരി, മേക്കിംഗ് ആയാലും ശരി. ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ കണ്ട് ശീലിച്ചില്ലാത്ത നമ്മുടെ ശീലങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സിനിമയാണ് ഈ സിനിമ. വളരെ കൂടുതൽ ആളുകൾ കാണുകയും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്താൽ ഇത് മലയാള സിനിമയുടെ ഒരു മുതൽക്കൂട്ടും ഒരു നാഴികക്കല്ലുമായി മാറും. ഈ സിനിമ മുതൽ ആകും ഇനി സിനിമകൾ. ഇതുപോലെയുള്ള വലിയ സിനിമകൾ മലയാളികൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും എടുക്കാനും സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം തരുന്ന പ്രേക്ഷകനാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഈ സിനിമ എടുക്കുന്നത്. നമ്മളിത് പാൻ ഇന്ത്യൻ സിനിമയല്ല, ഇത് മലയാളികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്. മലയാളം കൂടുതൽ സംസാരിക്കുന്ന സിനിമയാണ്. നമ്മുടെ സായിപ്പന്മാരാരും മലയാളം പറയുന്ന സിനിമയല്ലേ, സായിപ്പന്മാരൊക്കെ ഇംഗ്ലീഷ് തന്നെയാണ് പറയും. അതുകൊണ്ട് ഇവിടുത്തെ പ്രേക്ഷകന് വേണ്ടി എടുത്ത സിനിമയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ധൈര്യത്തിന് വേണേൽ നമുക്ക് മറ്റുള്ളവരെ കാണിക്കാം. അതിനപ്പുറത്തേക്ക് ഇതിനകത്തൊരു പാൻ ഇന്ത്യൻ, ഈ സിനിമ പാൻ ഇന്ത്യൻ ആയിട്ട് എടുത്തിട്ടില്ല. പാൻ ഇന്ത്യൻ ആക്കേണ്ടത് പ്രേക്ഷകർ. ഞങ്ങൾ രക്ഷപ്പെട്ടെ, ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഒരു 2 ലെജൻസിന് മുമ്പിൽ ഒരേ ഫ്രെയിമിൽ ആ സ്പേസ് ഷെയർ ചെയ്യാനുള്ള ചെറിയൊരു കാര്യമല്ല. എങ്ങനെ ഉണ്ടായിരുന്നു അവരുമായിട്ടുള്ള ഒരേ എന്താ പറയുക, ഇടിച്ചു നിൽക്കാൻ പാട് കേട്ടോ? അല്ല, ഞാനൊരു ഓളത്തിലൊക്കെ പോവുമായിരുന്നു. ഇതൊക്കെ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു സ്വപ്ന സഞ്ചാരം എന്നുള്ള രീതിയിൽ കാണുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഓഫ്കോഴ്സ് നമ്മൾ ക്യാമറ ഓൺ ആകുമ്പോൾ നമ്മൾ കഥാപാത്രങ്ങളായിട്ട് മാറുന്നു. എന്നതിനപ്പുറം 2 പ്രതിഭകളുടെ കൂടെ, മഹാപ്രതിഭകളുടെ കൂടെ അവരോടൊപ്പം ഒരു സിനിമ യാത്ര എന്ന് പറയുന്നത് ഏതൊരു അഭിനേതാവും, മലയാളത്തിലുള്ള അഭിനേതാവ് എന്നുള്ള മാത്രമല്ല, ഏതൊരു അഭിനേതാവും കൊതിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഭാഗ്യങ്ങൾ വീണ്ടും വീണ്ടും വരുന്നു എന്നുള്ളതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. മമ്മൂക്കയോടും ലാലേട്ടനോടൊപ്പമുള്ള നിമിഷങ്ങൾ, ഒരുമിച്ചുള്ള നിമിഷങ്ങൾ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളാണ്, പാഠങ്ങളാണ്. അത് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള എൻ്റെ അഭിനയ ജീവിതത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഒരുപാട് ഓർമ്മകളും ഒരുപാട് പാഠങ്ങളും അനുഭവങ്ങളും തരുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞാൻ 110% എൻജോയ് ചെയ്തു. ഒരു വ്യക്തി എന്നുള്ള രീതിയിലും, ഒരു അഭിനേതാവ് എന്നുള്ള നിലയിലും, ഒരു ഫാൻ ബോയ് എന്നുള്ള നിലയിലും. ഇപ്പോൾ മമ്മൂക്കയെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്, ലാലേട്ടനോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ഡയറക്ടറുടെ പെർസ്പെക്റ്റീവിൽ, അല്ലെങ്കിൽ ഒരു സിനിമാ വിദ്യാർത്ഥി എന്നുള്ള പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ പലപ്പോഴും ഇവർ രണ്ടുപേരെയും കമ്പയർ ചെയ്യും, ഇവർ രണ്ടുപേരുള്ള സാമ്യങ്ങളും അല്ലെങ്കിൽ രണ്ടുപേരുടെയും ക്വാളിറ്റീസും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇത്രയും കാലമായിട്ട് ഇവരുടെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്, ഇവരുടെ വർക്ക് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഇവരുടെ ബോഡി ഓഫ് വർക്ക് കണ്ട ആളാണ്. ഇവരുടെ സാമ്യം എന്താണ്? ഇവരെ തരംതിരിക്കുന്നത് എന്താണ്? സാമ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു റോൾ പലവിധമായ റോൾ കിട്ടിയിട്ട് അതിനെ പെർഫോം ചെയ്യേണ്ടതാണ്. ഒരു ചെറിയ സ്റ്റേജിൻ്റെ ഉള്ളിൽ ഒരുമാതിരി 200ഓളം പടങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ജോക്ക്. അത് നിങ്ങൾ ഇവരുടെ വെറൈറ്റിയാണ്.
ഇവർ കൊണ്ടുവരുന്ന വെറൈറ്റി. The last couple of years, Mammootka has become a, if you compare India's ഏറ്റവും important actor who's taking risks, whether it's Kathal on one side or Brahmayugam on one side, and putting his own money in all this is where are you India? E range ചെയ്യാനായിട്ട്. At the same time, Mohanlal is known all over India as the actor who's ഏറ്റവും easy ആയിട്ട് act ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ to retain your enthusiasm is very very difficult. പല actorsum they start as interesting people, ഒരു കാലഘട്ടം ശേഷം they become repetitive and they become caricatures of themselves. ഇത് പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. But I can only say that if Mammootka allows me to use a halal word, he is growing as fine wine, getting better and better. And I don't know what he's eating and what his wife is cooking for him, but his skin seems to get clearer after every treatment. I don't know what he's treating, but he's looking better and better. His hair is glowing, everything is glowing, and inside also it looks like he's got a light inside. Though it's a great thing, because 20 കൊല്ലം മുമ്പിൽ he used to keep ragging me. ഈ ഡ്രസ്സൊക്കെ കറക്റ്റ് ആണോ, ഞാൻ ഐശ്വര്യ റായുടെ കൂടെ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ശരിയാവുമെന്നൊക്കെ. ഇപ്പൊ ഐശ്വര്യ റായ് മേ ബി ഹി സ്റ്റിൽ ലുക്കിംഗ് യങ്. അങ്ങനെ ഒരു ഭയങ്കര ഒരു ചാമാണ്. ബട്ട് ഓൾസോ എ വെരി ഷാർപ്പ് ഇന്റലക്ട്, വളരെ പ്രിസൈസ് ആയിട്ട്. I enjoy his interviews. I think Mammootka has become, of late, he has become Saint Mammootka. He is giving a lot of perfect meme bites of knowledge. I think it's a very great thing. Randuverum are cracking it, and it's fantastic for the industry. ഈ പടത്തിൽ നമുക്കൊരു ചാൻസ് കിട്ടാനായിട്ട് മഹേഷ് വിളിച്ചത് എനിക്ക് നന്ദി പറയാനുള്ളൂ. ഒരു റിലക്റ്റന്റ് ആക്ടർ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, അഭിനയിക്കാൻ അത്ര താല്പര്യം. എന്ത് പറഞ്ഞാണ് മഹേഷ് വീഴ്ത്തിയത്? അല്ല, സ്ക്രിപ്റ്റ് നമ്മളെ വീഴ്ത്തി. ഇത് പ്യൂർലി തന്നെയാണ്. ഞാനിങ്ങനെ ഇപ്പോഴും ആക്ട് ചെയ്യാനൊന്നും പോകാറില്ല. സംതിങ് വർത്ത് വൈൽ ആൻഡ് ദ ഡയറക്ടർ ഇസ് വർത്ത് വൈൽ, ബിക്കോസ് ഞാൻ 2-3 പടത്തിൽ ആക്ട് ചെയ്ത് ഭയങ്കര കഷ്ടപ്പെട്ടു പോയി. It's a terrible torture. You can shoot a bad scene, but acting a bad scene is very very bad. So I'm very careful with that. But ഈ പടത്തിന്റെ സ്കെയിലും ഈ പടത്തിന്റെ ചേർന്നിരിക്കുന്ന കാസ്റ്റും ആൻഡ് ഒരു വിധത്തിലും കോംപ്രമൈസ് ഇല്ലാണ്ട് ചെയ്ത്, ആൻഡ് ഒരു ഷോട്ടിനും I have never seen what you call Mahesh sit down. He has had the same energy and same attention for every ചെറിയ ഷോട്ട് എടുക്കാനും. He has never left it to somebody else. അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റോട് ചെയ്ത ഫിലിമാണ്. As Mammootka said, it's now all in the hands of the audience. Censors are also through, so eagerly waiting for Patriot. Mammootka ഇവിടെ മുമ്പിൽ ഇവിടെ ഇപ്പോ ടെക്നോളജിയിൽ Mammootka ഇത്തിരി മുൻപന്തിയിലേക്കുന്ന ആളാണ്. ഇവിടെ ഇവിടെ ടെക്നോളജിയിൽ ഇപ്പൊ Mammootka മുൻപന്തിയിലേക്കുന്ന ആളാണ്. ഇപ്പൊ ഒരു പുതിയ ഫോൺ ഇറങ്ങിയാലും Mammootka ആദ്യം സ്വന്തമാക്കും. അതേപോലെ സിനിമയുടെ ടെക്നോളജിയിൽ ഐമാക്സിൽ ഷൂട്ട് ചെയ്തൊരു സിനിമ Mammootkaയുടെ നമുക്ക് എപ്പോ കാണാൻ പറ്റും? അതിനു വേണ്ടി ഒരു ട്രൈ ചെയ്ത് ഫോണൊന്നും വലിയ ടെക്നോളജി അല്ല. ഇപ്പോൾ ഐമാക്സിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ആദ്യം ഒരു ഐമാക്സ് ക്യാമറ ഉണ്ടാവണം. ഐമാക്സ് ക്യാമറ ഒന്നും അത്ര പോപ്പുലർ അല്ല. നോളനൊക്കെ ക്യാമറ ഉണ്ടാക്കിയിട്ടാണ് നല്ല രാജ്യം ഷൂട്ട് ചെയ്തത്. ശരി, അപ്പൊ പുള്ളി സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കഥ വന്ന് നമുക്ക് എടുക്കാം. ഇപ്പൊ Mammootkaയുടെ ഹോൾ കരിയറിൽ ഇപ്പൊ ഒരു 10,000-ന് മുകളിൽ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. ഇവിടെ തന്നെ 10,000-ന് മുകളിൽ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. ഒരു അറൗണ്ട് 500 സിനിമ Mammootka ചെയ്തു. പക്ഷെ ഈ പാട്രിയോട്ടിന്റെ ഏത് മൂമെന്റിലാണ് മഹേഷ് സാറ് കഥ പറഞ്ഞപ്പോ
നമുക്ക് ഇത് ചെയ്യണം എന്ന് തീരുമാനിച്ചത്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു മൊമെന്റ് വെച്ചിട്ട് നമുക്കൊരു സിനിമ തീരുമാനിക്കാൻ പറ്റില്ല. ഒരു സിനിമയെ നമ്മളെ സംവിധായകൻ കഥ പറയുമ്പോൾ കഥാകൃത്ത് കഥ പറയുമ്പോഴല്ലേ പറയും. സംവിധായകൻ കഥ പറയുമ്പോൾ നമുക്ക് സിനിമ കാണാൻ പറ്റിയെങ്കിൽ അത് നല്ല സിനിമയായിരിക്കും. അത് നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം സംവിധായകൻ നമ്മളെക്കാൾ മുമ്പേ ആ സിനിമ കണ്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം. ഈ സ്ക്രിപ്റ്റ് വായിച്ച് വീട്ടിൽ ഹോംവർക്ക് ചെയ്യുമ്പോൾ ഈ ക്യാരക്ടറിന് വേണ്ടി എന്തോരം ഹോംവർക്ക് ചെയ്യും? ഹോംവർക്ക് ചെയ്യാൻ മാത്രം നമുക്ക് പിറ്റേ ദിവസം പരീക്ഷയൊന്നുമില്ലല്ലോ. സിനിമയ്ക്ക് ഇനിയും നമ്മളത് അറിയാതെ നമ്മുടെ മനസ്സിലും നമ്മുടെ തലയിലും ബുദ്ധിയിലും ഇന്റലക്റ്റിലും ഒക്കെ ഓടുന്ന ഒരു കാര്യമാണ്. ഹോംവർക്ക് ചെയ്യാനായിട്ട് നമ്മൾ നടക്കുമ്പോൾ ഹോംവർക്ക് ചെയ്യാം, രാത്രി ഇറങ്ങി മറ്റേ എന്താ പറയുക, മറ്റേ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിൽ പോയിരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നും സിനിമയിൽ അഭിനയിക്കുന്നില്ല. കാരണം നമുക്കിത് പരിചയമായ ഒരു കാര്യമാണ്. ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഓരോ കഥാപാത്രങ്ങളെ നിങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് ആലോചിക്കാം. അതെപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. മമ്മൂക്ക, താങ്ക് യു. മമ്മൂക്ക തന്നെ നേരത്തെ പറഞ്ഞു, മറ്റു ഭാഷയിലുള്ള ആളുകൾ വലിയ തുക മുടക്കി വരുന്ന സിനിമ കേരളത്തിൽ ഇപ്പോൾ സ്വീകരിക്കപ്പെടും. ഞങ്ങളൊന്നും അത് ചെയ്താൽ സ്വീകരിക്കപ്പെടാറില്ലല്ലോ. ഇപ്പൊ ഈ ഒരു സിനിമ 100 കോടിക്ക് മുകളിൽ പണം മുടക്കി മലയാളത്തിൽ സിനിമ തുടർച്ചയായി ഇറക്കാൻ കഴിയുന്ന നിർമ്മാതാക്കളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമ സ്വീകരിക്കാൻ കഴിയുന്ന കാഴ്ചക്കാരെ ഒക്കെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഗെയിം ചേഞ്ചറായി ഇത് മാറും എന്ന് മമ്മൂക്കയ്ക്ക് തോന്നുന്നുണ്ടോ? അതല്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 3 പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ആക്ടേഴ്സ് ഇവിടെയുണ്ട്. അവരോടാണ് ചോദ്യം. ഈ സിനിമയുടെ വിമൻസ് ഡേ സ്പെഷ്യലായിട്ട് പോസ്റ്ററൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും പ്രധാനപ്പെട്ട 4 സ്റ്റാർസ് ഉണ്ടായിട്ടും ട്രെയിലർ തുടങ്ങുന്നത് 2 സ്ത്രീകൾ സംസാരിക്കുന്നതിലൂടെയാണ്. അപ്പം പാട്രിയോട്ട് എത്രമാത്രം മൾട്ടി ലെയേർഡ് ഡീപ്പായിട്ടുള്ള വിമൻ റെപ്രസെന്റേഷൻ കാണിക്കുന്നുണ്ട്. ആൻഡ് മഹേഷ് റൈറ്റിംഗിൽ ഇപ്പോഴുള്ള ഒരു ഗ്രേ ഏരിയ ഉണ്ടല്ലോ, നല്ലവരല്ല ചീത്തവരല്ല, ആ ഒരു അവസ്ഥ പാട്രിയോട്ടിൽ എത്ര മാത്രം സിനിമാറ്റിക്കലി ആ സ്കെയിലപ്പ് എങ്ങനെയാണ്? മഹേശ്വരന്റെ എല്ലാ സ്റ്റോറീസിലും ഐ ഓൾവേസ് ഫെൽറ്റ് എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായ ഒരു ആർക്കും എന്താ പറയുക അവരുടെ ഒരു സ്റ്റോറി ഉണ്ട്. ആൻഡ് അത് ഒരു സീനിലാണെങ്കിലും 10 സീനിലാണെങ്കിലും ആ സ്റ്റോറി നമ്മൾ കാണും. ഇതില് ഈ നമ്മളല്ലാതെ there are lot more women. ആൻഡ് കഥ വായിച്ചപ്പോൾ ഞാൻ ആദ്യം ഐ തിങ്ക് മമ്മൂക്ക ഉണ്ടെന്ന് അറിഞ്ഞു. ഫോർ മീ ദാറ്റ് വാസ് ഇറ്റ്സെൽഫ് ഇതൊരു വലിയ പടം. അത് കഴിഞ്ഞ് ന്യൂസിലൊക്കെ വായിക്കുമ്പോഴാണ് ഇവരെല്ലാവരും ഉണ്ടെന്നൊക്കെ ഞാൻ അറിയുന്ന മെല്ലെ. അപ്പോൾ അതിൽ ഓരോ പേര് കേൾക്കുമ്പോഴും ഇറ്റ് വാസ് ദാറ്റ് എക്സൈറ്റിംഗ്. ആൻഡ് ഓൾ ദ വിമൻ ഇൻ ദ ഫിലിം ആർ എനിക്ക് പേഴ്സണലി ഭയങ്കര അഡ്മയർ ചെയ്യുന്ന ആക്ടേഴ്സ്. അപ്പോൾ എല്ലാവരുടെയും കൂടെ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി. ദ ഫിലിം ഐ തിങ്ക് യു വിൽ കാണുമ്പോൾ മനസ്സിലാവും എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് ഹലോ, ഞാൻ ഈ സ്ക്രീൻ പ്ലേ ആദ്യം വായിക്കുമ്പോൾ മഹേശ്വരനോട് പറഞ്ഞിരുന്നു ഇതിൽ അറ്റാച്ച്ഡ് ആയ ആക്ടേഴ്സിന്റെ പേര് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു പക്ഷേ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് മാത്രം യെസ് പറഞ്ഞാൽ മതി. അപ്പോൾ ആ ആക്ടേഴ്സിന് തീരുമാനം എടുക്കാനുള്ള ഫ്രീഡവും സ്പേസും അതാണ് ഏറ്റവും വലിയ കാര്യം. ദാറ്റ് ഇസ് വാട്ട് എവറി ആക്ടർ ലുക്സ് ഫോർവേഡ് ടു. ആ ഒരു സ്വാതന്ത്ര്യവും സ്പേസും തരുന്ന ഒരു ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനും വളരെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ആൻഡ് അത് ഞാൻ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്ന ഒരു കാര്യം കൂടെ. ഇത്രയും നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ എല്ലാം നമ്മൾ കണ്ട് വളർന്ന കുറേ ആക്ടേഴ്സാണ്. കൊച്ചിലെയൊക്കെ ഇവരുടെ സിനിമകളാണ് നമ്മൾ റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്തത്, നമ്മുടെ ഐഡൽസ് ആയിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നതും ഇറ്റ്സ് എ ഹ്യൂജ് ഡീൽ ഫോർ ഓൾ ഓഫ് us. പ്രൊഡ്യൂസറിനോടാണ് താങ്ക് യു. ഞാൻ ഇതിലേക്ക് വന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. ഞാൻ പാട്രിയോട്ടിന്റെ സെറ്റിൽ തന്നെ മമ്മൂക്കയെ കാണാൻ വേണ്ടി ചെന്നതാണ് ഒരു ദിവസം. അപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ സമയത്ത് തന്നെ മഹേശ്വരനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി. ഞാനെന്താ ഇവിടെ ചോദിച്ചു. ഞാൻ മമ്മൂക്കയെ കാണാൻ വന്ന ശരി ഇതൊരു പോയി. കുറച്ച് കഴിഞ്ഞ് വീണ്ടും മഹേശ്വരൻ വന്നിട്ട് ഇങ്ങനെ എന്നെ മാറ്റി നിർത്തി ചോദിച്ചു ഇതൊരു ചെറിയ ക്യാരക്ടർ നമ്മൾ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചേട്ടാ നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നെ അടുത്ത വർക്കിലേക്ക് ജോയിൻ ചെയ്തു. പിന്നെ മമ്മൂക്കയുടെ കൂടെയും അനുചേട്ടൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ അനുചേട്ടൻ ഇങ്ങനെ വീണ്ടും പറഞ്ഞു ഈസിനോട് ഇങ്ങനെ മഹേഷ് ആ ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചെയ്ത ക്യാരക്ടർ പിന്നെ പെർട്ടിക്കുലർ ക്യാരക്ടർ. അപ്പോൾ നമുക്ക് പറഞ്ഞു അതവിടെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നത്.
ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എനിക്ക് പിന്നെ ഒന്നും അതിൽ നോക്കേണ്ടി വന്നില്ല. ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് കൂടുതലും കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ കൂടെയാണ്. വളരെ ചെറിയൊരു ക്യാരക്ടറാണ്. ബട്ട് താങ്ക് യു സോ മച്ച് മഹേഷ് ഏട്ടാ എന്നെ വിളിച്ചതിലും. ചെറുതാണെങ്കിലും അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. ഏതൊരു ക്യാരക്ടറിനും റൈറ്ററും ഡയറക്ടറും അല്ലെങ്കിൽ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക് യു സോ മച്ച്. ഏതാണ് ഏറ്റവും അധികം ഇത്രയും വലിയൊരു പ്രൊജക്ട് മുതൽ മുടക്ക് നടത്തപ്പോൾ ഒരുപാട് ചിന്തകൾ ഉണ്ടാവില്ല, അതിൽ എന്തിലാണ് ഏറ്റവും അധികം സ്വയം കോൺഫിഡൻസ് നൽകിയത്? സിൽവറിൻ്റെ സുഹൃത്ത് ആൻഡ്രൂ ജോസഫാണ് എനിക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യിച്ചത്. പിന്നെ ഇതൊരു ജീവിതത്തിലൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണ്ടത്. കാരണം മമ്മൂക്ക ലാലേട്ടനൊക്കെ ഒരുമിച്ച് അവതരിപ്പിക്കുന്നത് മമ്മൂക്ക പിന്നെ ഞങ്ങളുടെ ഒരു അംബാസഡർ കൂടിയാണ്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പടത്തിലേക്ക് ഒന്ന് കാലുവെക്കാൻ പോയത് തന്നെ വളരെ വലിയ ഭാഗ്യമായിട്ടും കാണുന്നു. അത് തന്നെ അത്ര മലയാള സിനിമയ്ക്ക് ഇതൊരു വലിയ മുതൽക്കൂട്ടാവും എന്ന് ഉറപ്പ് മനസ്സിലുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് പ്രവേശനം ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ് ഓൾ. ഞങ്ങൾ 3 പേരും ഇപ്പോൾ ഇതിനകത്ത് പ്രൊഡ്യൂസർമാരുണ്ട്. ഞങ്ങളുടെ അമരക്കാരനായ ആൻഡ്രൂ ജോസഫ് കഴിഞ്ഞ 1.5 വർഷമായി ഈ സിനിമയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇന്നും ഈ സീറ്റിൽ വന്നിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം വളരെ വിഷമപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. കാരണം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മഹേഷിൻ്റെ ഒപ്പം തന്നെ വളരെ ഒരു 1.5 വർഷത്തെ ഹാർഡ് വർക്ക് അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ മമ്മൂക്ക, ലാലേട്ടൻ ഇവരെല്ലാം അടങ്ങുന്ന ഒരു സിനിമയിൽ ഈ ജന്മത്ത് അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. മമ്മൂക്ക, മഹേഷ് രണ്ടുപേരോട് കൂടിയാണ് കൂടെ പറയാം. എനിക്ക് തോന്നുന്നത് ഞാനാണ് ഈ സിനിമയുടെ കഥ നമ്മൾ 3 പേരിൽ ആദ്യം കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു. ബോംബെയിൽ വെച്ച് 3 മണിക്കൂറോളമാണ് കഥ പറഞ്ഞെടുത്ത്. അന്ന് നമ്മൾ ചില കാര്യങ്ങൾ നമുക്കറിയാം, വേച്ച് കെട്ടിയാൽ മുളച്ചിരിക്കും എന്ന് പറയുന്നത്. പക്ഷെ ഈ സിനിമ മമ്മൂക്ക, മോഹൻലാൽ അങ്ങനെയുള്ള വലിയ വലിയ നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക ഇങ്ങനെയുള്ള വലിയ പടങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഇതിൽ ചെയ്തൊരു പടമല്ല. ഇതൊരു കഥ വന്നു, അത് മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് എനിക്ക് വന്ന ലാലേട്ടന് പകരം സുരേഷ് ഗോപി അല്ലേ സാറായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നീടാണ് ആദ്യം എൻ്റെ അടുത്ത് വന്നെങ്കിലും അന്ന് ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞു പോയി. പിന്നെ ഇവർ കണ്ടില്ല. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വീണ്ടും ആൻഡ്രൂ ഭായ് വന്നിട്ട് പറഞ്ഞു, സലീം ഭായ് ഉണ്ട്, സുഭാഷ് ഭായ് കൂടെ കൂടുന്നു, ലാലേട്ടനും സിനിമയുടെ ഭാഗമാണ്. അങ്ങനെ ഇറ്റ്സ് എ കണ്ടന്റ് ഡ്രിവൺ എന്ന് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞത് ശരിയാണ്. ബാക്കി പിന്നീട് ഈ പടം തന്നെ വലുതായി വരികയാണ്. അപ്പോൾ ഓബിയസ്ലി എൻ്റെ ഫസ്റ്റ് പടമാണ്, ഞാൻ പ്രൊഡക്ഷൻ്റെ ഭാഗമാകുന്ന ഫസ്റ്റ് പടമാണ്. അതിൽ നമുക്ക് ലാലേട്ടൻ്റെ പടത്തിന് ഭാഗമാകുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. പക്ഷെ ഈ പടം നാച്ചുറലി വലുതായതാണ്. അല്ലാണ്ട് ഈ ഓരോ ആക്ടേഴ്സും അവർ പറഞ്ഞു കണ്ടന്റ് ഡ്രിവൺ ആയിട്ട് വന്നതാണ്. അതുകൊണ്ട് സോ ഐ തിങ്ക് ഇറ്റ്സ് എ നാച്ചുറലി ഗ്രോൺ കണ്ടന്റ് ഡ്രിവൺ മൂവി. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് വെൻ ദ മൂവി ഈസ് റിലീസ്ഡ്. താങ്ക് യു. മമ്മൂക്ക, ഹലോ. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര സന്തോഷം അറിയിക്കുന്നു. ഞങ്ങൾ സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന 2 ആളുകൾ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് വീണ്ടും തിരിച്ചു വരുവാണ്. സോ അതിൻ്റെ ഒരു സന്തോഷം അറിയിക്കുന്നു. നമുക്ക് എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഇതിലൊരു കാർ ചേസിങ് സീനുണ്ട്. ഇതിലൊരു കാർ ചേസിങ് സീൻ നമ്മൾ പോസ്റ്ററൊക്കെ കണ്ടിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ഒരു റൂമറൊക്കെ വന്നിരുന്നു. അതായത് നമുക്ക് ലാലേട്ടന്റെ കാലിനാണ് ഹോൾഡ് ചെയ്തിരുന്നത് ആ സീനിനകത്ത്. അപ്പൊ ആ ഒരു സീൻ ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെപ്പറ്റി അതിന്റെ ലാലേട്ടന്റെ കാലാണ് നമുക്ക് ഹോൾഡ് ചെയ്ത് നിന്നത്. അതായത് കാർ ചേസിങ് സീനിനകത്തെ ഈ ഡോർ സൈഡിലോട്ട് കാല് ഹോൾഡ് ചെയ്യുന്നില്ല. ഒരു റൂമറൊക്കെ വന്നിരുന്നു. പുള്ളി ഊന്നുകൂടി വെച്ചിരിക്കുക. പുള്ളിയാണ് ഊന്നുകൂടി വെച്ചിരിക്കുന്നത്. ഇത് മനസ്സിലായില്ല എന്താ ചോദ്യം? ആ ഒരു ഫൈറ്റ് സീൻ ചെയ്ത്, അതായത് ആ ചേസിങ് സീൻ ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു ചേസിങ് സീൻ ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ചേസിങ് സീൻ വണ്ടി ഓടിക്കുന്നത് ചാക്കോച്ചനാണ്. ഞങ്ങൾ രണ്ടുപേരും, ഞാൻ അവശനാ, പുള്ളിയുടെ കാലം പോയി. അപ്പൊ ചേസ് ചെയ്യുന്ന മുഴുവൻ വലിയ ഹീറോയിസ് കാണിക്കുന്നത് ചാക്കോച്ചനാണ്. ചാക്കോച്ചനോട് ചോദിക്കാൻ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്?
നിങ്ങൾ രണ്ടുപേരും പാസഞ്ചേഴ്സ്. നമുക്ക് സത്യം ചോദിച്ചു നോക്ക്. നമുക്ക് പറ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇവരുടെ ഇടയ്ക്ക് ഏറ്റവും നല്ല മൊമെന്റ്സ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ചേസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഐ വാസ് ചേസിങ് മൈ ഡ്രീംസ്. അത് അത്രേ ഉള്ളൂ. മഹേഷ്, ഒരു കാര്യം ഒന്ന് ഉറപ്പിച്ച സമയത്തിന്റെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഒരു ചോദ്യം. മഹേഷ്, മമ്മൂക്ക രണ്ടുപേരും ഒരുമിച്ച് നമ്മൾ ഓരോ കാര്യം ജഡ്ജ് ചെയ്യുന്നത് കാഴ്ചയിലൂടെയാണ്. ഇപ്പം സച്ചിൻ തെണ്ടുൽക്കർ വലിയൊരു ക്രിക്കറ്ററാണ് നമ്മൾ കണ്ട് മനസ്സിലാക്കിയത്. നമുക്കൊരു മഹാനായ നടനാണെന്ന് നമ്മൾ അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കിയതാണ്, അനുഭവം കൊണ്ട് മനസ്സിലായതാണ്. ഇപ്പൊ ഈ ട്രെയിലറിന്റെ അവസാനം നമുക്ക് പറയുന്നുണ്ട്, ഞാനൊരു പേട്രിയോട്ടാണെന്ന് പറയുന്നുണ്ട്. ദേശസ്നേഹത്തിനൊരു അളവുകോലുണ്ടോ? അതിനൊരു മാനദണ്ഡം എങ്ങനെയാണ്? അങ്ങനെ നമ്മൾ അയാളൊരു വലിയ ദേശസ്നേഹിയാണ് നമ്മൾ പറയണമെങ്കിൽ അതിനൊരു അളവുകോലുണ്ടോ? അത് ഓഡിയൻസിനോടുള്ള ചോദ്യമാണ്. ആക്ച്വലി അത് പടം കണ്ട് തീരുമ്പം മനസ്സിലാക്കണം വെദർ ഈസ് എ പേട്രിയറ്റ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. അത് ക്വസ്റ്റ്യനായിട്ട് തന്നെയാണ്. അത് ആൻസർ ചെയ്യേണ്ടത് പ്രേക്ഷകർ. ദേശാഭിമാനി, രാജ്യസ്നേഹി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വ്യത്യസ്തമായ വാക്കുകളുണ്ട്. അതിലേതാണ് ഇതിന് അർത്ഥമാക്കുന്നത് നമ്മൾ സിനിമ കാണിച്ചത്. ഒരു മറുചോദ്യമായി അങ്ങോട്ട് തന്നു. സമയമുള്ളതുകൊണ്ടാണ്, എന്നോടൊന്നും തോന്നരുത്. ഇനി ആക്ച്വലി സ്പീക്കിംഗ് ആ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 3 ഹാൻസം ഗൈസ് ഇവിടെ മിണ്ടാതിരിക്കുകയാണ്. I hope the character speaks loud in the movies, all 3 of yours, but still ഇങ്ങനെ ഒരു വേദിയിൽ നിങ്ങൾ സംസാരിക്കാതെ പോകുന്നത് നമ്മൾ സമ്മതിക്കില്ല. So I would love to request yourself to speak something to the audience. Ishan, Shahid and Sandra, any one of you could start. എല്ലാവർക്കും നമസ്കാരം. അധികമായിട്ടൊന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടുഡേ. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതൊരു ആക്ടറെ സംബന്ധിച്ച് എനിക്കൊരു ഡ്രീമാണ്. കാരണം ഈ പടത്തിൽ എന്നെ കാസ്റ്റ് ചെയ്തത് സിനിമ സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ്. അപ്പോൾ ഈ പടം അനൗൺസ് ചെയ്ത സമയത്ത് MMMN എന്നാണ് ടൈറ്റിൽ കൊടുത്തിരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അയച്ചു കൊടുത്തു, ഇങ്ങനത്തെ ഒരു മൂവിയാണ്, നമുക്ക് എല്ലാവരും വീണ്ടും ഒരുമിച്ച് സിനിമ അഭിനയിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ജസ്റ്റ് ആസ് എൻ ഓഡിയൻസ്. പക്ഷേ ഇതിൽ കാസ്റ്റ് ചെയ്യാൻ ഒരു ക്യാരക്ടറെ വിളിച്ചപ്പോൾ ഇതിനെക്കാളുള്ളത് ഒന്നുമില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് മഹേഷേട്ടാ, ആലോ ചേട്ടൻ, നമുക്ക് എല്ലാവരും താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും പറയുന്നത് ഈ മൂവി ഒരു ഡ്രീം കം ട്രൂ ആണ്. അതിൽ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിലെ കണ്ടു വളർന്ന ഒരുപാട് ഇംഗ്ലീഷ് മൂവീസ് ഉണ്ട്. അതേപോലെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് മൂവി. ബിക്കോസ് 1.5 വർഷം എടുത്ത് ഷൂട്ട് ചെയ്തു. നമുക്ക് മാസത്തിൽ 2-3 ദിവസമൊക്കെ വർക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ വേറെ വേറെ രാജ്യങ്ങളിലാണ്. നമുക്ക് വീട്ടിലൊക്കെ പറയാൻ ഭയങ്കര അഭിമാനമാണ്. ഞാനിപ്പോൾ അസർബൈജാനിൽ, ഇപ്പോൾ ഞാൻ ശ്രീലങ്കയിൽ, ഞാൻ വീണ്ടും ശ്രീലങ്കയിലെത്തി, പിന്നെ ഹൈദരാബാദാണ്. പിന്നെ ഞാൻ പറയുന്നത് നമ്മൾ പോകാൻ ഐഡന്റിറ്റി ആക്കിയില്ലേ, അതൊക്കെ കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കും. ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയ ഗ്രേറ്റസ്റ്റ് ടീമുണ്ടാവും. മഹേഷ് ചേട്ടൻ ആസ് എ ഡയറക്ടർ മാത്രമല്ല, മഹേഷ് 2ാമത്തെ മൂവി ചെയ്യും. ഗ്രേറ്റസ്റ്റ് ആക്ടേഴ്സ്, ഗ്രേറ്റസ്റ്റ് ക്രൂ, ഇവരുടെയൊക്കെ ഒപ്പം എൻ്റെ ഭാഗമാവുക. ഓരോ ചെറിയ എക്സ്പീരിയൻസും നമുക്ക് വലിയ എക്സൈറ്റ്മെന്റ്. അതായത് ഇവിടെ ഒരു കസേരയിൽ എൻ്റെ പേരുണ്ട്, ഞാൻ ഇരിക്കുന്ന ഇത്രയും വലിയ ലെജൻഡ് എൻ്റെ പേരിൽ എനിക്കൊരു കസേരയുണ്ട്. അപ്പം അതുൾപ്പെടെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു മൂവി. ഇനി ഇത് ഏറ്റവും വലിയ സക്സസ്ഫുൾ മൂവി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ കുറച്ച് സമയത്തിന്റെ പരിമിതി കാരണം എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ സിനിമയിലേക്ക് വന്നതിനെ കുറിച്ച് ആദ്യം പറയാം. മാലിക് എന്ന സിനിമയിൽ ഫ്രണ്ടി എന്ന് പറഞ്ഞിട്ടൊരു റോളിലാണ് ഞാൻ ആദ്യമായിട്ട് കമേഴ്ഷ്യൽ സിനിമയിലേക്ക് വരുന്നത്. അത് മഹേഷേട്ടനാണ് എനിക്ക് ആ റോൾ തരുന്നത്. അതുപോലെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ എനിക്ക് ഗ്യാപ്പ് വന്നു. അങ്ങനെ അപ്പോൾ ആ സമയത്ത് ഞാൻ മഹേഷേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ മഹേഷേട്ടനോട്, മഹേഷേട്ടാ ഈ സിനിമയിൽ ഞാൻ കൂടെ എന്തെങ്കിലും വർക്ക് ചെയ്തോട്ടെ, ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്നോട്ടെന്ന് ചോദിച്ചപ്പോൾ മഹേഷേട്ടൻ പറഞ്ഞാൽ നിനക്ക് ഞാൻ ഒരു റോള് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ റോള് കിട്ടിയത്. അപ്പോൾ ഇത് മാലിക് OTT-യിൽ റിലീസ് ആയതുകൊണ്ട് ഇപ്പൊ ഈ സിനിമയാണ് എൻ്റെ മലയാളത്തിൽ തിയേറ്ററിൽ റിലീസ് ആകാൻ പോണ ആദ്യത്തെ സിനിമ എന്ന് ആലോചിക്കുന്നത് തന്നെ എനിക്ക് തീരാത്ത ഒരു നന്ദിയും കടപ്പാടുമാണ്. കാരണം ബീങ് എ മലയാളി, ഞങ്ങള് മലയാളി ആയിരിക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയിട്ടുള്ള കാര്യം മമ്മൂക്കയും ലാലേട്ടനും നമ്മുടെ
ലോകത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ ലോകത്ത് ചെറുപ്പം തൊട്ട് ഇവരെ കണ്ട് വളരാൻ പറ്റിയെന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അങ്ങനെയുള്ള രണ്ട് ലെജൻസിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി, അവരെ കണ്ട് അവരുടെ കൂടെ കുറച്ചു നേരം അവരുടെ എല്ലാം, അവരുടെ അഭിനയം, അവരുടെ എല്ലാം കണ്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുന്നതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ടേക്ക് അവേ. അപ്പോൾ എല്ലാത്തിനും മഹേഷേട്ടനോടും ഇതിൻ്റെ പ്രൊഡ്യൂസറിനോടും മമ്മൂക്കയോടും ലാലേട്ടനോടും എല്ലാവരോടും തീർത്താ നന്ദി മാത്രമേ ഉള്ളൂ. എല്ലാവരും പടം കണ്ടിട്ട് വിജയിപ്പിക്കും. താങ്ക് യു. Sure, all the best. And ഒരു ചോദ്യം കൂടെ ഉടനെ വരൂ. എന്താ ചോദിച്ചാൽ മമ്മൂക്കയുടെ വാമ്പയർ വരുമോ നമ്മുടെ? പേടിക്കണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരും. ഞെട്ടിക്കോ? ഞെട്ടിക്കും. ഹോളിവുഡിലെ ഹ്യൂ ജാക്ക്മാൻ ഞെട്ടിപ്പോണു. പുള്ളി ചെയ്തില്ല എന്റെ മുമ്പ് അവിടെയൊക്കെ നിങ്ങൾ ഹോളിവുഡ് വരെ പോകണ്ട, നമുക്ക് ഇവിടെ കൂടെ തന്നെ തീർക്കാം. പിന്നെ ദുൽഖർ മമ്മൂക്കനെ പറ്റിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു. മമ്മൂക്കയുടെ പറ്റിച്ചിട്ട് എവിടെ പോകാൻ? ലോകയില് ഞാൻ പറ്റിക്കും. കഴിഞ്ഞ ഒന്നുമില്ലേ, ഇത്ര കാര്യത്തിലോ ചോദ്യങ്ങളില്ല. ചോദിച്ചെന്ന് പറഞ്ഞ ചോദ്യം കൊണ്ട് തന്നെ അറിയില്ലേ? ഒന്നോ രണ്ടോ കൂടെ ആവും, അല്ലെങ്കിൽ ഇന്ന് വിളിക്കാം. ഇന്ത്യ മൊത്തം അപ്രീഷിയേറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു ആക്ടറാണ് ഫഹദ് ഫാസിൽ എന്ന ആക്ടറിനെ ഇന്ത്യ മൊത്തത്തിലുള്ളവര് പുള്ളിയുടെ ആക്ടിങ്ങിന് പ്രൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം മമ്മൂക്ക ആണെങ്കിൽ, എന്റെ അറിവ് ശരിയാണെങ്കിൽ ഫാഫ കംബാക്ക് നടത്തിയപ്പോൾ റീഎൻട്രി നടത്തിയപ്പോൾ മമ്മൂക്ക ചാപ്പാക്കുരിശിന്റെ ഫസ്റ്റ് ഷോട്ട് എന്തോ കണ്ടിട്ട് ആദ്യം പറഞ്ഞ സംഭവം ചെക്കൻ കാലനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പം ഫഹദ് ഫാസിലായിട്ട് ഈ സിനിമയിൽ രണ്ട് ലെജൻസ് വർക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സിനിമ മൂന്നാമത്തെ സിനിമ പറ്റിയ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ചാക്കോച്ചനുണ്ട്, വളരെ മര്യാദക്കാരാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളെ കണ്ടും നമ്മൾ കണ്ടും വളർന്നതല്ലേ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിടിച്ച് നിർത്താവുന്നവരേ ഉള്ളൂ. നമ്മള് കൈവിട്ട് പോകൂല അവര്. മമ്മൂക്ക ഒരു ചോദ്യം ഇവിടെ, മമ്മൂക്ക പറഞ്ഞ അഭിമുഖങ്ങൾ കേട്ടിട്ടുണ്ട് ഇവിടെ, കേട്ടിട്ടുണ്ട്. അതായത് എനിക്ക് ഇനിയും അഭിനയിച്ച് കൊതി മാറിയിട്ടില്ല, അഭിനയിച്ച് നിങ്ങളാണ് എന്നെ എക്സ്പ്ലോർ ചെയ്യേണ്ടത്, ഒരുപാട് ഇനി കഥാപാത്രങ്ങൾ ചെയ്യാനുണ്ട്. സിനിമ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തി ആഗ്രഹിക്കണം നിങ്ങൾ രണ്ടുപേരെയും വെച്ചൊരു സിനിമ ചെയ്യണം. ഒരു എന്താ പറയുക, ഒരുപാട് സിനിമ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക അല്ല മോഹൻലാൽ എന്നൊരു മിത്തുണ്ട്. അപ്പം ഇനിയും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കഥാപാത്രം ഉണ്ടോ സംശയമാണ്. മമ്മൂക്ക എത്രത്തോളം? എനിക്ക് സംശയമൊന്നുമില്ല, ഉണ്ട്. ഞാനിന്ന് ഇപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരവെന്ന് പറഞ്ഞു, ഞാനിന്നൊരു യൂത്ത് എന്ന് പറയുന്ന ഒരു സിനിമയുടെ സക്സസ് മീറ്റ് കണ്ടു. ഒരുപാട് പിള്ളേർ സംസാരിച്ചു. അതിലൊരാൾ വന്ന് സംസാരിക്കുമ്പോൾ അവന് സന്തോഷവും വരുന്നു, സങ്കടവും വരുന്നു. ഞാൻ സിനിമയിൽ നന്നാവില്ല, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടൂല, എൻ്റെ അച്ഛൻ നീ എന്തിനാണ് വെറുതെ പോകുന്നത്, നിന്നെ കളിയാക്കാനാണ് വിളിക്കാന്നൊക്കെ പറഞ്ഞ് അവസാനം ഇയാൾക്ക് ഈ സിനിമയിൽ ചാൻസ് കിട്ടിയെന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര ഇമോഷണലായി പോകുന്ന ഒരു മോമെൻ്റ് ഉണ്ട്. ഞങ്ങൾക്കൊന്നും അങ്ങനെ ഒരു മോമെൻ്റേ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സിനിമ വന്നതിന് ശേഷം സിനിമയിലുണ്ടെന്ന് അറിയുന്ന കാലത്ത് സിനിമ അഭിനയം തുടങ്ങിയവരാണ്. ആ എക്സൈറ്റ്മെന്റ്, ആ ആർത്തി, ആ ആഗ്രഹം, ആ ചെറുക്കനുണ്ട് ഇത്രത്തോളം ആഗ്രഹമുണ്ടോ അതിപ്പോഴും എനിക്കുണ്ട്. നമുക്ക് ആ ഒരു നോട്ടിൽ അവസാനിപ്പിക്കാം. മമ്മൂക്ക പറഞ്ഞ ആ ഒരു വാക്ക് ഞാനും കടയെടുക്കാണ്. മമ്മൂക്കയ്ക്ക് എത്രത്തോളം